ആരാധനാക്രമം എന്നാൽ മിശിഹായുടെ പൗരോഹിത്യ ധർമ്മത്തിന്റെ സാക്ഷാത്കാരമാണ്. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ചേർന്ന രണ്ടാം സുനഹദോസാണ് എന്താണ് ആരാധനാക്രമം എന്ന ചോദ്യത്തിന് ഇങ്ങനൊരു ഉത്തരം നൽകിയത്. മനുഷ്യ വിശുദ്ധീകരണമാണ് വിശുദ്ധ കുർബാനയുടെ ലക്ഷ്യമെന്ന് 1962 മുതൽ 65 വരെയുള്ള വർഷങ്ങളിൽ 4 ഘട്ടങ്ങളിലായി നടന്ന ആ സുനഹദോസ് തീർപ്പ് കൽപ്പിച്ചു. ഇവിടെ എറണാകുളത്ത് മിശിഹയുടെ ആ പൗരോഹിത്യ ധർമ്മം നടപ്പാക്കാൻ കഴിയാതെ വന്ന കർദിനാൾ ആലഞ്ചേരിയെ മാറ്റി മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ വന്നു. അപ്പോസ്തലിക അഡ്മിനിസ്ട്രേറ്ററായി ബോസ്കോ പുത്തൂർ വന്നു. എന്നിട്ടും ഇരുവിഭാഗവും ആഗ്രഹിച്ചതൊന്നും നടന്നില്ല. വിവശനും നിസ്സഹായനുമായി നിന്നുപോയ മാർ ബോസ്കോ പുത്തൂരിനും പൗരോഹിത്യ ധർമ്മം നടപ്പാക്കാനായില്ല. ഒടുവിൽ മെട്രോപൊളിറ്റൻ വികാരിയായി മാർ ജോസഫ് പാംപ്ലാനി നിയമിതനായി. വത്തിക്കാൻ സുനഹദോസിലെ പ്രഖ്യാപനമനുസരിച്ച് ആരാധനയിലെ ഓരോ തിരുക്കർമ്മവും നിർവഹിക്കുന്നത് പുരോഹിതനായ മിശിഹയാണ്. കത്തോലിക്ക സഭ തന്നെയാണ് ആ മിശിഹായുടെ ശരീരം. ആരാധന മാത്രമല്ല, സഭയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പരാജയപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇതുവരെ. തർക്കം ഒരു കൂട്ടം വൈദികർ ബിഷപ്പ് ഹൗസിൽ കയറിയിരുന്ന് സത്യഗ്രഹം നടത്തുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഫുട്ബോൾ ടീമിലെ അംഗങ്ങളെ റഫറി പുറത്താക്കുന്ന ലാഘവത്തോടെ വികാരിമാരെ അഡ്മിനിസ്ട്രേറ്റർ പുറത്താക്കുന്ന സ്ഥിതിയുണ്ടായി. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ് അതിരൂപതയിലെ അസാധാരണ സംഭവങ്ങൾ. വത്തിക്കാൻ സുനഹദോസിലെ 2 വരികളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സഭയിൽ ഉൾപ്പെടുന്നവർക്ക് വിശ്വാസം 1, കൂദാശകൾ 1, ഭരണരീതിയും 1. ഇവ വഴി വിശ്വാസികൾ പരിശുദ്ധ റൂഹായിൽ സംയോജിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസവും കൂദാശയും ഭരണരീതിയും 1 എന്നാണ് കത്തോലിക്ക സഭ പറയുന്നത്. എന്നാൽ വിശ്വാസവും ഭരണരീതിയും 1, കൂദാശ ഞങ്ങൾക്ക് ഞങ്ങളുടേത് എന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരുടെ കൂട്ടായ്മയും പറയുന്നത്. വെറും 60 വർഷം മുൻപ് മാത്രം പൂർത്തിയായ വത്തിക്കാൻ സുനഹദോസിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലാണ് ഇവിടത്തെ തർക്കം. 425 വർഷം മുൻപ്, അതായത് 1599 ഉദയംപേരൂർ സുനഹദോസ് നടക്കുമ്പോൾ മാർത്തോമയുടെ മാർഗവും പത്രോസിന്റെ മാർഗവും രണ്ടാണെന്ന് വിളിച്ചു പറഞ്ഞവരാണ് കേരളത്തിലെ വിശ്വാസികൾ. മട്ടാഞ്ചേരിയിൽ കുരിശിൽ വടം കെട്ടി അതിൽ സഭാവിശ്വാസികൾ ഒന്നടങ്കം പിടിച്ചു പ്രതിജ്ഞയെടുത്ത വൈദേശിക ക്രമത്തെ പുറത്താക്കിയ ചരിത്രവും ഇവിടെയുണ്ട്. ഇതിനൊക്കെ അപ്പുറം കേരളത്തിലെ കത്തോലിക്ക വിശ്വാസത്തിന് CE 52 മുതലുള്ള 2000ഓളം വർഷത്തെ കഥകളുടെ തഴക്കവുമുണ്ട്. ചരിത്രകാരന്മാർ 1400 വർഷത്തെ എങ്കിലും തെളിവുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ആ വിശ്വാസധാരയുടെ പിന്തുടർച്ചക്കാരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായർ. അവരോടാണ് 60 വർഷം മുൻപ് തീരുമാനിച്ച കൂദാശ നടപ്പാക്കാൻ ആവശ്യപ്പെടുന്നത്. അവർക്ക് ഇതൊരു ഭരണപരമായ തീരുമാനമല്ല, സാംസ്കാരികമായ കടന്നാക്രമണമാണ്, പാരമ്പര്യധാരയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ്. കുർബാന മാറ്റം സഭയുടെയും വിശ്വാസത്തിന്റെയും നവോത്ഥാനമാണ് എന്ന വിശദീകരണം ഒന്നും അവരിലേക്ക് എത്തുന്നില്ല. അതിന് നിരവധി കാരണങ്ങളുമുണ്ട്. സഭയുടെ നവീകരണ ഘട്ടത്തിൽ തന്നെയുള്ള ഒരു വിശദീകരണമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായർ എടുത്തു കാണിക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യം പോലെ ആഗോള കത്തോലിക്ക സഭയും കെട്ടിപ്പടുത്തിരിക്കുന്നത് വൈവിധ്യങ്ങളാലാണ്. യഹൂദർക്ക് ആരാധനാക്രമത്തിന് ചിട്ടകൾ ഉണ്ടായിരുന്നെങ്കിലും ക്രൈസ്തവർക്കുണ്ടായിരുന്നില്ല. ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ് ആരാധനാക്രമം രൂപപ്പെട്ടത്. ഓരോ അതിരൂപതയിലും രൂപതയിലും അവ ഭിന്നമായിരുന്നു. ഇടവകകളിൽ പോലും ഈ വൈജാത്യമുണ്ടായിരുന്നു. കേരളത്തിലെ ക്രൈസ്തവ ആരാധനയുടെ ഭാഗമായി മന്ത്രവാദം നടത്തിയിരുന്ന കാലം പോലും ഏറെ പിന്നിലല്ല. വിവാഹത്തിന് താലി കെട്ടുന്നത് പോലുള്ള ചടങ്ങുകൾ ദക്ഷിണേന്ത്യയിൽ നിന്നും സഭ സ്വീകരിച്ചതാണ്. പുടവ കൊടുക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. മരണാനന്തര ചടങ്ങുകളും 16ാം നാൾ അടിയന്തരത്തിനു സമാനമായ ചടങ്ങുകളും എല്ലാം ഇവിടെ നിന്നും കൈക്കൊണ്ടതാണ്. ഒറ്റ ആരാധന എന്ന് പറയുന്ന രണ്ടാം വത്തിക്കാൻ സുനഹദോസ് തന്നെ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. വിശ്വാസികൾ വിവിധ റീത്തുകളായി രൂപപ്പെട്ടിരിക്കുന്നു. ഈ റീത്തുകൾ തമ്മിൽ പ്രശംസനീയമായ ബന്ധമുണ്ട്. വൈവിധ്യമാണ് കത്തോലിക്ക സഭയുടെ മുഖമുദ്ര. ഇത്രയും പറഞ്ഞ ശേഷമുള്ള അടുത്ത വരി കേൾക്കാം. വിവിധ സ്ഥലകാലങ്ങൾക്കനുസരിച്ച് ഓരോ പ്രാദേശിക സഭയുടെയും പാരമ്പര്യങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുക എന്നതാണ് തിരുസഭയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് തടസ്സമാവുകയാണ് ഏകീകൃത കുർബാന നീക്കം എന്നാണ് അൽമായ കൂട്ടായ്മയുടെ ആരോപണം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് കുർബാനയിലാണ്.
എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം കുർബാന ജനാഭിമുഖം വേണമോ അൾത്താരാഭിമുഖം വേണമോ എന്ന കാര്യത്തിൽ മാത്രമല്ല, രണ്ടും ചേർത്ത ഏകീകൃത കുർബാനയ്ക്കും പരിഹരിക്കാൻ കഴിയുന്നതല്ല ആ ഭിന്നത. മതം അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വാസത്തിൽ യുക്തിക്കല്ല, ദൈവത്തിലാണ് കാര്യം. അതിനപ്പുറം ആരാധനാക്രമത്തിൽ ഒരു വ്യക്തതയും ചിട്ടയും 1947 വരെ ആഗോള സഭയ്ക്കുണ്ടായിരുന്നില്ല. 12ാം പിയൂസ് മാർപ്പാപ്പ ആ വർഷം എഴുതിയ മെഡിയാത്തൂർ ദേയി എന്ന ലേഖനമാണ് കുറച്ചെങ്കിലും ഈ ചിട്ടകൾ സൂചിപ്പിക്കുന്നത്. പിന്നീട് 2ാം വത്തിക്കാൻ സുന്നഹദോസ് അത് പൂരിപ്പിക്കുകയും ചെയ്തു. അതിനു മുൻപ് സിറോ മലബാർ സഭ ആധികാരികമായി കണക്കാക്കിയിരുന്നത് തോമയുടെ നടപടികൾ എന്ന തോമാസ് ലീഹയുടെ ഗ്രന്ഥമായിരുന്നു. കുർബാന അർപ്പണത്തെക്കുറിച്ച് അതിൽ പറയുന്ന വിവരങ്ങളിൽ നിന്നും പ്രാദേശികമായി രൂപപ്പെട്ടു വന്നതാണ് ഈ കുർബാന ക്രമം. അത് തിരുത്താൻ പറയുമ്പോൾ അതത്ര എളുപ്പമല്ല ഇവിടുത്തെ കാര്യങ്ങൾ. 10,000-ഓളം ജൂതർ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ കേരളത്തിലെത്തിയിരുന്നു എന്ന വിവരം കൂടി മനസ്സിലാക്കി വേണം ഈ ആരാധനാക്രമത്തെ സമീപിക്കാൻ. ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും ക്രിസ്തുവിന്റെ ജനനം വരെയുള്ള ചരിത്രത്തിൽ ജൂതരും ക്രൈസ്തവരും തമ്മിൽ ഭേദമില്ല. യഹൂദരുടെ രീതികളും കേരളത്തിലെ സഭാചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടാകാം. ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ചരിത്രത്തെയാണ് ഏകീകരിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അൽമായർക്ക് അവരുടെ സ്വന്തം വിശ്വാസം തന്നെ കൈവിട്ടു പോകുന്ന മനോവിഷമമാണ്. സഭാ നേതൃത്വമാണെങ്കിൽ റോമൻ പടയാളികളെ കൊണ്ട് തോക്കെടുപ്പിക്കുന്നില്ലെന്നേയുള്ളൂ. ശത്രുക്കളോട് എന്നതുപോലെ മയമില്ലാത്ത നീക്കങ്ങളാണ് നടത്തിവരുന്നത്. അതിരൂപതയിൽ ഇപ്പോൾ നടക്കുന്നതിനെ ഇങ്ങനെ ചുരുക്കി പറയാം. സുറിയാനി പാരമ്പര്യത്തെ പോർച്ചുഗീസ് പീരങ്കികൾ കൊണ്ട് നേരിടാനിറങ്ങിയപ്പോഴാണ് കൂനൻ കുരിശ് സത്യമുണ്ടായത്. ഇപ്പോ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ അൽമായ സത്യത്തോട് പിടിച്ചു നിൽക്കാനാകാതെ പിന്നെയും കുരിശുകൾ കുനിയും. അത് താങ്ങാൻ ഇന്നത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കെൽപ്പുണ്ടോ എന്ന കാര്യം മാത്രം ആലോചിക്കുക. കഴിഞ്ഞ മാസം പാലാരിവട്ടം മാർട്ടിൻ ഡി പോറസ് പള്ളി, തൃപ്പൂണിത്തുറ സെയിന്റ് മേരീസ് ഫൊറോന പള്ളി, കടവന്ത്ര മാതാനഗർ വേളാങ്കണ്ണി മാതാ പള്ളി ഇവിടങ്ങളിലെയൊക്കെ വൈദികരെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് ആരംഭിച്ച സമരമല്ല എന്നെങ്കിലും ഈ പിടിവാശിക്കാർക്ക് തിരിച്ചറിവുണ്ടാകട്ടെ. കാനോനിക നിയമത്തിൽ പരിഹരിക്കേണ്ട കേസാണ് ഇപ്പോൾ സിവിൽ കോടതിയിൽ കിടക്കുന്നതെങ്കിലും ഓർമ്മയുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകും. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.